ഹലോ ഷെയ്മർ, എന്തൊക്കെ നിങ്ങൾ വർത്താനം? എല്ലാവരും ഹാപ്പിയാണ് ഇരിക്കണം. അപ്പോൾ ഞാനെന്ന് വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു അടിപൊളി ബ്ലൂടൂത്ത് കരോക്കെ സ്പീക്കറാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒറ്റ മിനിറ്റ്, ഞാനേ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒറ്റ മിനിറ്റ്, ഇപ്പോൾ വാങ്ങിയ. അപ്പോൾ ഷെയ്മാരെ, ഇത് മലേഷ്യത്തെ ഒരു ഫുഡാട്ടാ. ഇതിൻ്റെ പേരാണ് നാസി കോറിങ് ബേസ. ഞാനിത് ഉണ്ടാക്കുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ഫുഡുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇനി അടുത്ത വ്ളോഗിലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരാണ് നാസി കോറിങ് ബേസ. ഇനി നമുക്കുള്ളത് ഈ കാണുന്ന കരോക്കെ സ്പീക്കറിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. രണ്ട് മൈക്ക് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ, പിന്നെ ഒരു സ്പീക്കർ, പിന്നെ ഒരു ചാർജിങ് കേബിൾ. നമുക്ക് ബോക്സ് മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് തുറന്നു നോക്കിയിട്ട് നമുക്ക് ഇതാണ് കരോക്കെ സ്പീക്കർ. നല്ല രസമുള്ളൊരു ഭംഗിയുള്ളൊരു മോഡല്. നിങ്ങൾ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, ഒരു കുഞ്ഞ് സ്പീക്കറാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ആൾ ഭയങ്കരനാണ്. നല്ല അടിപൊളി സൗണ്ടും അതുപോലെ നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ടാണ്. അപ്പോൾ ഇതിൽ ഈ ചില സ്പീക്കർ, നമ്മൾ കരോക്കെ സ്പീക്കറൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ മൈക്കിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു മാതിരി ചിലപ്പൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒന്നുമില്ല. നല്ലൊരു അടിപൊളി മൈക്കും നല്ല അടിപൊളി സ്പീക്കറുമാണ്. അപ്പം മൈക്ക് വരുന്നത് ഈ രണ്ട് ഒരു മിനിറ്റ്. ഈ കാണുന്നൊരു ടൈപ്പ് സി കേബിളാണ് ഇതിന് വരുന്നത് കേട്ടോ. ചാർജിങ്ങിന് ഉപയോഗിക്കുന്നത് ഈ ഒരു ടൈപ്പ് സി കേബിളാണ്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന രണ്ട് മൈക്ക് കേട്ടോ. പാകത്തെ നല്ല രസമുള്ളൊരു മോഡൽ മൈക്കാണ് വരുന്നത് ഇതിൻ്റെ കൂടെ. പിന്നെ ഇത് കണക്ട് ചെയ്യാൻ ഇത്ര വലിയ പാടൊന്നുമില്ല. ഈ കാണുന്ന പവർ സ്വിച്ച് കണ്ടോ നിങ്ങൾ? ഈ കാണുന്ന ഫസ്റ്റത്തെ ബട്ടന്, ഈ കാണുന്ന ഫസ്റ്റ് ബട്ടൺ കണ്ടോ? ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതായത് ആദ്യം നമ്മൾ സ്പീക്കർ ഓൺ ആക്കണം കേട്ടോ. സ്പീക്കർ നമ്മൾ ജസ്റ്റ് ഈ ഒരു പവർ ബട്ടൺ വെച്ചിട്ട് ഒന്ന് ഓൺ ആക്കുക. സ്പീക്കർ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഈ ഒരു പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഹലോ 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 എങ്ങനെയുണ്ട്? ജസ്റ്റ് ഇവിടെ ഈ കാണുന്നൊരു ലൈറ്റ് ഉണ്ട്. ഈ ഒരു ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും സ്പീക്കറിനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു മൈക്കും ജസ്റ്റ് നമ്മൾ ഈ ഒരു പവർ ബട്ടൺ നെക്കി പിടിക്കുന്നു, ലൈറ്റ് കത്തുന്നു, ഓൺ ആവുന്നു. ഹലോ 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 ഞാനുണ്ട്. അടിപൊളിയല്ലേ? നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ട് കേട്ടോ. നമ്മളെ ഈ ലോക്കൽ സ്പീക്കറിൻ്റെ സൗണ്ടും കാര്യമൊന്നുമില്ല. ഇതിൽ 5 വ്യത്യസ്ത സൗണ്ടുകൾ വരുന്നുണ്ട്. ഈ കാണുന്ന ചെറിയൊരു ബട്ടൺ കണ്ടില്ലേ? ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സൗണ്ടുകൾ കേൾക്കാം. അപ്പോൾ ഞാനിത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഒന്നാമത്തതാണ് ഹലോ
ഹലോ ഹലോ. ഇനി രണ്ടാമത്തെ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഹലോ ഹലോ ഹലോ. വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും ചെറിയൊരു തോതിൽ കുറച്ചും കൂടി ഒരു വേറൊരു സൗണ്ട്. മൂന്നാമത്താണ്. ഹലോ ഹലോ ഹലോ. ആ ഒരു വെറൈറ്റി സൗണ്ട് അത്രേ ഉള്ളൂ. ഹലോ 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 ഹലോ. ഈ വോയിസും ഒരു വലിയൊരാൾ സംസാരിക്കണ പോലെ തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ 2-3 സൗണ്ടുകൾ ഇതിൽ വരുത്താൻ പറ്റും. പിന്നെ ഇതിലുള്ള സ്വിച്ച് പറഞ്ഞാൽ ഒരു വോളിയം അപ്പും വോളിയം ഡൗണും ആണ്. പിന്നെ ഒരു പവർ സ്വിച്ചുമാണ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു മൈക്കിന് വരുന്ന പ്രത്യേകതകൾ. പിന്നെ ഇതിന് ടൈപ്പ് സി ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. 2 മൈക്കും ചാർജ് ചെയ്യണം. ഒരു മൈക്കിൽ ചാർജ് കഴിഞ്ഞാൽ മറ്റേ മൈക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി രണ്ടും ഒരേ സമയം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേപോലെ തന്നെ ചാർജ് ചെയ്ത് വെക്കണം. പിന്നെ 5 വോൾട്ടിൻ്റെ ചാർജറാണ് വരുന്നത് ഇതിന്. ഏത് മൊബൈലിൻ്റെ ചാർജറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന ഡിസ്പ്ലേയിൽ ചെറിയൊരു RGB ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ RGB ലൈറ്റ് കത്താൻ വേണ്ടിയിട്ടും അത് ഓഫ് ചെയ്യാനും അത് ഓണാക്കാനും പിന്നെ 2 മോഡിലാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത്. ഒന്ന് പെട്ടെന്ന് കളറുകൾ മാറിക്കൊണ്ട് വെക്കും. പിന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ കുറച്ച് സ്ലോ ആയിട്ട് ഓരോ കളറും വന്ന് അങ്ങനെ പോവും. പിന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം നമ്മൾ ഈ സ്പീക്കറിൻ്റെ വീഡിയോയും അതുപോലെ നമ്മൾ നല്ല ഫുഡിൻ്റെ വീഡിയോയും കണ്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.